നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്നിപ്പോഴിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. പാമ്പ് കടിയിട്ടുള്ള മരണങ്ങൾ കൂടുന്നതിന്റെ ആശങ്കയിൽ തന്നെയാണ് കേരളം. തിരുവനന്തപുരത്ത് ചിറയിൻകീഴിൽ ഇന്നലെ ഉണ്ടായിരുന്ന 8 വയസ്സുകാരൻ തിക്ഷൽ മൂർഖൻ പാമ്പ് കടി സംഭവിച്ച് മരണപ്പെട്ടതും ആലപ്പുഴ കായംകുളത്ത് സെലീനയ്ക്ക് സംഭവിച്ച പാമ്പ് കടി മരണവും ആശുപത്രി അനാസ്ഥ കാരണം മാത്രമോ? ആന്റിവെനം ഉണ്ടായിട്ടും നൽകിയില്ല എന്നത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇരു കുടുംബങ്ങളും ആശുപത്രി അധികൃതർക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തിക്ഷളുടെ അച്ഛൻ പറഞ്ഞത്, കുട്ടി ആവർത്തിച്ചു പറഞ്ഞത് എന്തോ വലിയൊരു സാധനം കടിച്ചു എന്ന് തന്നെയാണ്. രക്തസാമ്പിൾ പരിശോധിച്ചിട്ടും കണ്ടെത്താൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പാമ്പ് കടി മരണങ്ങൾ കൂടിയതോടെ DMOമാരുടെ യോഗം ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിളിച്ചു ചേർത്തു. ആവശ്യത്തിന് ആന്റിവെനം ഉണ്ടായിട്ടും അത് നൽകാത്തത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. പാമ്പ് കടിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെല്ലാം, ആന്റിവെനം നൽകേണ്ടത് എപ്പോൾ? തിരുവനന്തപുരം ക്രെഡൻസ് ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ മുഹമ്മദ് ഹനീഫ് വിശദീകരിക്കുന്നുണ്ട്. സർ, നമസ്കാരം. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ്. നമ്മൾ ചിറയിൻകീഴിലെ സംഭവം നോക്കി കാണുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലും മറ്റൊരു സംഭവം നടക്കുന്നത്. ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഇതിലെ കുടുംബം ആരോപിക്കുന്നത്, ഇവർ ആവർത്തിച്ച് പറഞ്ഞു ഇങ്ങനൊരു പാമ്പ് കടിക്കുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പോലും രക്തസാമ്പിൾ പരിശോധിച്ചിട്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഈ കുടുംബത്തിന് ഭയങ്കരമായ ഒരു പ്രശ്നം വരുന്നത്. കാരണം ആവർത്തിച്ച് പറഞ്ഞിട്ടും ഹോസ്പിറ്റൽ അധികൃതർ അത് കേട്ടിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. ഈ രക്തസാമ്പിൾ കണ്ട് പരിശോധിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് ആശുപത്രി അധികൃതരുടെ മാത്രം അനാസ്ഥയാണോ? നമ്മൾ ഒരാൾ പാമ്പ് കടി ഏൽക്കുക അല്ലെങ്കിൽ പാമ്പിൻ്റെ വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഞങ്ങളെ രോഗിയെ നമ്മൾ നോക്കുന്നത് ഈ പാമ്പ് കടിയുടെ വിഷബാധയുടെ ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഒരു പേഷ്യൻറ്റിൽ കാണുന്ന 2 രീതിയിലുള്ള മേജർ എഫക്ട്സ് ആണ് കാണുന്നത് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ. ക്രിട്ടിക്കലായിട്ടുള്ളത് ഒന്ന് ഹെമറ്റോടോക്സിക് ആൻഡ് അടുത്തത് ന്യൂറോടോക്സിക് എന്നാണ്. ഹെമറ്റോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ കടി ഏൽക്കുകയും അത് രോഗിയുടെ ശരീരത്തിൽ രക്തം ക്ലോട്ട് ചെയ്യാനുള്ള പ്രവണത കുറയ്ക്കുകയും അത് മുഖാന്തരം പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ ചില ബ്ലീഡിങ് ഉണ്ടാവും. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ വായിലെ ഗംസിൽ നിന്നോ അല്ലെങ്കിൽ ശരീരഭാഗത്തിൽ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ചെറിയ രക്തത്തിന് കാണാം. അല്ലാണ്ട് വേറെ അതർ ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. അത് നമ്മൾ ഹെമറ്റോടോക്സിക് എന്നൊരു ക്ലാസിഫിക്കേഷനിൽ വരും. അതുപോലെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് ന്യൂറോടോക്സിക്. അതായത് പാമ്പ് കടിയേറ്റ ശേഷം ഞരമ്പുകളെ ബാധിക്കുന്നതാണ് ന്യൂറോടോക്സിക്. ഇതല്ലാതെ ഏറ്റവും കൂടുതൽ നമ്മൾ പല പഠനങ്ങളും പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 300-ൽ കൂടുതൽ ടൈപ്സ് ഓഫ് പാമ്പുകളുണ്ട്, ഇനങ്ങളുണ്ട്. ആ ഇനങ്ങളിൽ വെറും 13-14 മാത്രമാണ് വിഷബാധിത. അത് ആ പാമ്പുകൾ കടിച്ചാൽ മാത്രമാണ് നമുക്ക് വിഷം തീണ്ടുക. അതിലും എല്ലാ പാമ്പുകളുടെ കടിയും അല്ലെങ്കിൽ പാമ്പുകൾ നമ്മളുടെ വിഷബാധയിലേക്ക് എത്തുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പാമ്പ് ഒരു വ്യക്തിയെ കടിക്കുക അല്ലെങ്കിൽ വിഷം തീണ്ടുക നമ്മൾ എത്തുന്നത് പലപ്പോഴും പാമ്പ് നമ്മളെ ഒരു ത്രെറ്റായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡേഞ്ചറായിട്ട് കാണുമ്പോഴാണ് പാമ്പ് നമ്മളെ കൊത്തുന്നത്. അപ്പോൾ ഇതിൽ പലപ്പോഴും പാമ്പ് ഡ്രൈ ബൈറ്റ്സ് എന്ന് പറയും. അതായത് ഈ പാമ്പുകൾക്ക് അറിയാം നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ നമുക്ക് ഡേഞ്ചറസ് ആണോ അല്ലേ, എത്ര വെനം ഇഞ്ചെക്ട് ചെയ്യണം. കാരണം ആ വെനം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഗ്രന്ഥിയിലിരിക്കുന്നതാണ്, അതിനൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അത്ര വെനവും ഫുൾ ഡോസിൽ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഡേഞ്ചർ വരുമ്പോൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പോയ്സൺ ബോഡിയിൽ പാമ്പിന് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ പലപ്പോഴും പാമ്പ് ഹ്യൂമൻസിനെ കടിക്കുമ്പോൾ പലപ്പോഴും ഡ്രൈ ബൈറ്റ്സ്, അതായത് ഭയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമായിരിക്കും കടിക്കുന്നത്. 80% പാമ്പ് കടികളും ഡ്രൈ ബൈറ്റ്സ് ആയിരിക്കും. അത് നിൽക്കെ തന്നെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ചലഞ്ചിങ് അല്ലെങ്കിൽ ഒരു യുണീക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ന്യൂറോടോക്സിക് പോയ്സണിങ് ആണ്. കേരളത്തിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് 3 തരത്തിലുള്ള പാമ്പുകളാണ് നമ്മൾ കാണുന്നത്. അണലി, നമുക്ക് എല്ലാവർക്കും അറിയാം. അണലി അല്ലെങ്കിൽ 8 അടി വീരൻ എന്ന് പറയും. ഈ 8 അടി വീരൻ എന്ന് പറയുന്നത് തന്നെ പഴയ കാലങ്ങളിൽ പറയുന്ന ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ 8 അടി നടക്കുമ്പോൾ ആൾ മരണപ്പെട്ടു, രക്തം തുപ്പി മരണപ്പെടും എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ഇതൊരു ഹെമറ്റോടോക്സിക് സ്നേക്കാണ്. അപ്പം ഇത്തരം പാമ്പുകൾ കടിക്കുമ്പോൾ നമുക്ക് ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് വരാം. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് കുറച്ച് ഏർലിയർ ആണ്. അതായത് ഒരു പാമ്പ് കടി ഏറ്റാൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ സിംറ്റംസ് വന്നു തുടങ്ങും. അടുത്തത് മൂർഖൻ അല്ലെങ്കിൽ മൂർഖൻ പാമ്പ് പോലത്തെ പാമ്പുകൾ. ഇത് ന്യൂറോടോക്സിക് ആണ്. ഇതിൻ്റെ കടി ഏറ്റാലും ആ കടി കൊള്ളുന്ന ഭാഗത്ത് സിവിയറായ പെയിൻ, ഈ അണലിയിൽ അങ്ങനെയാണ്. ആ കടി കൊണ്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നല്ല വേദനയും ഉലച്ചിലും നമുക്കൊരു ആ വേദന അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അവയർനെസ് കൂടും, നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തും. രണ്ടാമത്തത് വരുന്നത് മൂർഖൻ പാമ്പ് കടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേദനയും ആ ലോക്കൽ അത് കടി കൊണ്ട ഭാഗത്ത് നല്ല നീലിച്ച് അല്ലെങ്കിൽ അവിടെ തടിപ്പ് വരികയും ബ്ലിസ്റ്റേഴ്സ് വരികയും അതിയായ വേദനയും പിന്നെ ന്യൂറോടോക്സിക് സൈൻസ് ആൻഡ് സിംറ്റംസ് ഡെവലപ്പ് ആകുകയും ചെയ്യും. ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു സാധനമാണ് ക്രേറ്റ്. ക്രേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ട് എന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞു വരുന്നത്.
ഈ പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സിംറ്റംസ് ഉടനെ വരണമെന്ന് ആവശ്യമില്ല. അത് വരുന്നത് ചിലപ്പോൾ ഒരു 6 മണിക്കൂർ ടു 12 മണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ 24 മണിക്കൂറായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ഒന്നും വളരെ സട്ടിലായിരിക്കും. ചിലപ്പം ന്യൂറോടോക്സിക് സിംറ്റംസ് ആണ്, ചിലപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ ഒരു മയക്കം പോലെ, പക്ഷേ ആളുടെ ബ്രെയിൻ വർക്കിംഗ് ആണ്, പക്ഷേ ഞരമ്പുകളെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആൾക്ക് ചെറിയൊരു മയക്കം പോലെ വരാം, ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട് വരാം, ചിലപ്പോൾ വയറുവേദനയായിരിക്കാം. പലപ്പോഴും ഇത്തരം കടികൾ, ഈ പാമ്പുകളുടെ പ്രശ്നം, ഇവർ രാത്രി സഞ്ചാരികളാണ് കൂടുതൽ. അവർ രാത്രിയിൽ ചിലപ്പോൾ ഒരു മൂത്രമൊഴിക്കാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ തറയിൽ കിടന്ന് ഉറങ്ങുക, ആ സമയങ്ങളിലൊക്കെ ഇതിൻ്റെ പാത്വേയിൽ, കാരണം ഇതറിയാം നമുക്ക് പലപ്പോഴും വീടുകളിലോ ഒക്കെ മറ്റും അതിൻ്റെ ഇരകളായ മറ്റേ എലീനയോ അല്ലെങ്കിൽ പല്ലിയോ അങ്ങനത്തെ അതിൻ്റെ ചില ഇരകളെ തേടിയാണ് അത് വരുന്നത്. ആ സമയത്ത് നമ്മൾ അതിൻ്റെ പാത്തിൽ കിടക്കുവാണെങ്കിൽ അത് നമ്മൾ ത്രെറ്റ് കാണുകയും കടിക്കാൻ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഈ വെള്ളിക്കെട്ടിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ അവിടെ വലിയ വേദനയോ വലിയ ലോക്കൽ നീറ്റിലോ ഒന്നും കാണുന്ന ആവശ്യമില്ല. സിംറ്റംസ് കുറച്ച് സട്ടിലായിരിക്കും. ഇതൊക്കെയാണ് പലപ്പോഴും രോഗിയെ ഹോസ്പിറ്റലിൽ എത്താൻ, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് എത്താനുള്ള കാരണം. പഠനങ്ങൾ പറയുന്നത് ഒരു പാമ്പ് കടിയേറ്റ് മരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ന്യൂറോടോക്സിക്കിൽ. കാരണം പലപ്പോഴും ഇത്തരം സിംറ്റംസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അവിടെ എന്താണ് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മളൊരു ഐഡിയയിൽ ഒരു പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ കിട്ടുക എപ്പോഴും ഒരു 24 to 48 hours നമ്മൾ ഒരു ICUവിൽ അല്ലെങ്കിൽ ഒരു തീവ്ര പരിചരണ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യണം. കാരണം ഈ 24 to 48 hours സിംറ്റംസ് വരാനുള്ള പ്രവണത ഭയങ്കര കൂടുതലാണ്. അതേസമയം ഡ്രൈ ബൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം ഏതൊരു സ്നേക്ക് ബൈറ്റായി വന്നാലും 24 hours ഒബ്സർവ് ചെയ്യണം. ഇന്ന് മെജോറിറ്റി ഹോസ്പിറ്റൽസിലും, എസ്പെഷ്യലി നല്ല പ്രോപ്പർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുള്ള ഹോസ്പിറ്റലെല്ലാം ഞങ്ങൾ എമർജൻസി ഫിസിഷ്യൻസ് വി സ്ട്രോങ്ലി റെക്കമെൻഡ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഒബ്സർവേഷൻ. കാരണം ഒരു ഡോക്ടറിൻ്റെ ഒബ്സർവേഷനിലൂടെ മാത്രമേ ഈ ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇപ്പം ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, രക്തം പരിശോധിച്ച് അതിൽ അബ്നോർമാലിറ്റി കണ്ടില്ല എന്നുള്ളത്. ഈ ന്യൂറോടോക്സിക് വെനമേഷനുള്ള പേഷ്യൻസിൽ രക്തത്തിൽ വലിയ അബ്നോർമാലിറ്റീസ് വരണമെന്ന് ആവശ്യമില്ല, കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പ്യുവർ ക്ലിനിക്കൽ സൈൻസ്, അതായത് കുട്ടിയുടെ കണ്ണടഞ്ഞു പോവുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒരു ഡോക്ടറിൻ്റെ പരിചരണയിലും ശ്രദ്ധയിലും ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയൂ. ഡോക്ടർ, അവിടെ ഒരു പ്രശ്നം, ഇവിടെ ഇപ്പോൾ ദീക്ഷിതിൻ്റെ പിതാവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടിക്ക് ഈ ശ്വാസം മുട്ട് അനുഭവിച്ച സമയത്ത്, ഇപ്പോൾ ഡോക്ടർ ശ്വാസം മുട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശ്വാസം മുട്ട് അനുഭവിച്ച സമയത്ത് അവിടെയുള്ള ആശുപത്രി അധികൃതർ പറഞ്ഞത് കഫകെട്ടായിരിക്കും എന്ന് പറഞ്ഞാണ് വിട്ടത്. ആ കുട്ടിയുടെ അവസ്ഥയെ കളിയാക്കി വിട്ടു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ നമ്മൾ തേടുമ്പോൾ, നമ്മൾ ഡോക്ടർമാരാണ്, നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അവിടെ അവർ പറയുന്നത് കേട്ടിട്ട് തിരിച്ചു പോകാനല്ലാതെ വേറെ വഴിയില്ല. എന്നാൽ കുട്ടി അതനുസരിച്ചുള്ള പ്രതിസന്ധികൾ കാണിക്കുമ്പോൾ അത് കളിയാക്കി വിടുന്ന അധികൃതരെയും കൂടി വിമർശിക്കുന്നുണ്ട് ഈ കുടുംബം. അപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ട് കൂടി ഇല്ലാതിരിക്കുന്നൊരവസ്ഥയും കൂടിയാണ് പോയത്. അല്ല, ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും വേണ്ടത് ഒരു പ്രോപ്പർ പ്രോട്ടോക്കോളൈസ്ഡ് സിസ്റ്റം. അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള അധ്യാപക വിഭാഗങ്ങളുണ്ട്. ജസ്റ്റ് MBBS ഡോക്ടേഴ്സ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കാഷ്വാലിറ്റി, അതിൽ നിന്ന് എമർജൻസി മെഡിസിൻ വിഭാഗം, സ്പെഷ്യലിസ്റ്റുകളുള്ള എമർജൻസി. അപ്പോൾ ഈ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൽ എന്നെപ്പോലെ ഞങ്ങൾ ചെയ്യുന്നത്, ഇത്തരം രോഗികൾ വരുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ വെച്ചിരിക്കും. അപ്പോൾ രോഗി വരുവാണ്, രോഗി ഇങ്ങനത്തെ സസ്പീഷൻസ് പറയുന്നോ, ക്ലിനിക്കൽ ഫ്ലാഗ്സ് ഉണ്ടോ, നമ്മൾ ആ രോഗിക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു രോഗി എമർജൻസിയിൽ വരുമ്പോൾ അത്രയും ഗുരുതരമായൊരു പ്രശ്നമായിട്ടായിരിക്കും വരുന്നത്. ഒരു എമർജൻസി വിഭാഗം മേധാവി എന്ന രീതിയിൽ ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഡോക്ടേഴ്സിനും പറഞ്ഞു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന സിംറ്റം നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മുടെ അറിവിൽ എല്ലാ ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസും റൂൾ ഔട്ട്, ഇവാലുവേഷൻ റൂൾ ഔട്ട് ചെയ്ത് നമുക്ക് പൂർണ്ണ ബോധ്യം പറയണം ഇതല്ല എന്നാൽ മാത്രമേ നമ്മൾ മറിച്ച് ചിന്തിക്കാവുള്ളൂ. കാരണം ഒരു രോഗിക്ക് മാത്രമേ ആ രോഗിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം പലപ്പോഴും ഇപ്പോൾ ഒരാൾ നെഞ്ചുവേദനയെന്നൊന്ന് പറയും, നമുക്ക് ചിലപ്പോൾ ടെസ്റ്റിൽ കണ്ടെന്നല്ല, പക്ഷേ ആ രോഗി അനുഭവിക്കുന്ന നെഞ്ചുവേദന ചിലപ്പോൾ ഒരു ആൻജിയോഗ്രാമിലായിരിക്കും അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരുന്ന, അല്ലെങ്കിൽ രക്തക്കുഴലിൽ അളവുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ പല സംഭവങ്ങളുണ്ട്. സോ രോഗിയുടെ ക്ലിനിക്കൽ സയൻസസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് ആസ് എ ഡോക്ടർ ഇതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഈ ഒരു കാര്യത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.